നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഇടപെടലുകളെ കൊണ്ട്, അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ആശ്വാസമാണ് എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഒരുപാട് മനുഷ്യന്മാര് നമ്മുടെ സമൂഹത്തിൽ, നാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവരുടെ കഷ്ടതകളും അവരുടെ പ്രയാസങ്ങളും അവരുടെ സങ്കടങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഒരു മനുഷ്യന്റെ ദൗത്യം എന്നുള്ളത്. എനിക്ക് ആരും വേണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം എന്നുള്ള തരത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അവസാനം ഒറ്റപ്പെടുമെന്നുള്ളതാണ്. ജാതി ഭേദമന്യേ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ഉദാത്തമായ ബോധമാണ് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഞാൻ പറയുന്നത്, മറ്റൊരു മനുഷ്യനിക്ക്, മറ്റൊരു വ്യക്തികൾക്ക് നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ആശ്വാസമുണ്ടായാൽ അതല്ലേ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇസ്ലാം അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇന്നായിരുന്നു നിമിഷ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ വിധിച്ചിരുന്നത്. ഇന്ത്യൻ ഭരണകൂടം അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചപ്പോഴും ആ വധശിക്ഷയിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദിന്റെ ആ ഒരു ഒറ്റ ഇടപെടലോട് കൂടെയാണ് ഇന്നത്തെ ആ ഒരു വിധി ഒന്ന് മരവിപ്പിച്ചത്, ഒരു മാറ്റം കിട്ടിയത്. ഉസ്താദിന്റെ ഈ ഒരു പ്രായാധിക്യത്തിന്റെ സമയത്തിൽ പോലും ഉസ്താദ് ഇടപെട്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഉസ്താദ് ചെയ്തു തീർത്ത അനേകായിരം സേവനങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് എണ്ണി പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം നമുക്കറിയാം. അതിൽ ഒരു കാര്യമാണ് ഈ നിമിഷ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ ഒന്ന് താൽക്കാലികമായിട്ട് ഒന്ന് മരവിപ്പിക്കാനുള്ള ആ ഒരു ആശ്വാസം കിട്ടിയത്. ഇന്നലെയായിരുന്നു സോഷ്യൽ മീഡിയകളിൽ മൊത്തം നിറഞ്ഞ ഒരേ ഒരു മുഖമുണ്ടെങ്കിൽ അത് നമ്മുടെ AP ഉസ്താദാണ്. ഇവിടെ ഞാൻ പറയുന്നത്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കും. ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. നമ്മെ പോലെയാണ് മറ്റുള്ള മനുഷ്യരും. അവർ സങ്കടപ്പെടുമ്പോൾ, അവർ പ്രയാസപ്പെടുമ്പോൾ അവരുടെ പ്രയാസത്തിനും കണ്ണീരിനും കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നുള്ളത്.